ജൂൺ 1 അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന അവസരത്തിലാണ് പഞ്ചാബിലെ 13 ലോക്സഭാ സീറ്റുകളിലേക്കുമുള്ള മത്സരം നടക്കുന്നത്. പഞ്ചാബിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചതുഷ്കോണ മത്സരമാണ് പഞ്ചാബിൽ നടക്കുന്നത്. ഏറ്റവും പ്രധാന മത്സരം വേണമെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ രണ്ട് ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോൺഗ്രസും AAPയും. മറുഭാഗത്ത് നേരത്തെ സഖ്യകക്ഷികളായിരുന്ന BJPയും അകാലിദളും ഇപ്പോൾ അവർ പരസ്പരം മത്സരിക്കുന്നു. അങ്ങനെ 4 പ്രധാനപ്പെട്ട കക്ഷികൾ മത്സരിക്കുന്ന ഒരു മത്സരമാണ് പഞ്ചാബിൽ നടക്കാൻ പോകുന്നത്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ പ്രശ്ന കലുഷിതമായിരുന്നൊരു സംസ്ഥാനമായിരുന്നു പഞ്ചാബ്. 1984 ഇന്ദിരാഗാന്ധിയുടെ വധം, അതിന് തൊട്ടു മുമ്പ് സുവർണ ക്ഷേത്രത്തിലെ ഭീകര പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അതുപോലെ തന്നെ സിഖ് തീവ്രവാദ പ്രവർത്തനം, ഇതൊക്കെ വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷമായിരുന്നു പഞ്ചാബെങ്കിലും വളരെ കടുത്ത മതവിദ്വേഷമോ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് അത് പോയിട്ടില്ല. ഇപ്പോഴും ഹിന്ദുക്കളും സിഖുകാരും മറ്റ് മതവിഭാഗക്കാരും വളരെ സമന്വയത്തോടുകൂടി കഴിയുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. ഒരുപക്ഷെ മയക്കുമരുന്നിൻ്റെയൊക്കെ അതിപ്രസരം യുവാക്കളിൽ പഞ്ചാബിൽ വ്യാപകമായി വർദ്ധിച്ചു വരുന്നു എന്നൊരു ആരോപണമോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമോ നിലവിലുണ്ട്. നിലവിൽ പഞ്ചാബിൽ 13 സീറ്റിൽ 8 സീറ്റും കോൺഗ്രസിൻ്റേതാണ്. 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 8 സീറ്റും BJP അകാലിദൾ സഖ്യത്തിന് 4 സീറ്റും ആം ആദ്മി പാർട്ടിക്ക് 1 സീറ്റുമാണ് ലഭിച്ചിരുന്നത്. ഇതിൽ BJPക്ക് 2 സീറ്റാണ്, അകാലിദളം 2 സീറ്റാണ്. ആം ആദ്മി പാർട്ടിക്ക് 1 സീറ്റ് മാത്രമാണ് ലഭിച്ചിരുന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് 4 സീറ്റ് കിട്ടിയിരുന്നു. പക്ഷേ 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി 117 സീറ്റിൽ 92 സീറ്റ് നേടി ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതായത് കോൺഗ്രസിൻ്റെ ഒരു കുത്തക, അതിനു മുമ്പ് അകാലിദൾ BJP സഖ്യത്തിൻ്റെ ഭരണമായിരുന്നു. പിന്നീട് കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടി ഭരണം പിടിച്ചെടുക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറുകയായിരുന്നു പഞ്ചാബ് ചെയ്തിരുന്നത്. പഞ്ചാബിലെ ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് ഒരു ദേശീയ പത്രം നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം, അത് ജനങ്ങളിലേക്ക് പോയി ജനങ്ങളോട് ചോദിച്ച അഭിപ്രായ പ്രകടനത്തിനിടയ്ക്ക് അവർ ചെയ്തൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്. അതായത് 2017 ജനങ്ങളോട് അഭിപ്രായം ചോദിച്ച സമയത്ത് പഞ്ചാബിലെ കാറ്റ് എങ്ങോട്ടാണ് എന്ന് ചോദിച്ച സമയത്ത് ജാരൂദി എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അതായത് ഫോർ ബ്രൂം, എല്ലാവരും ചൂലിന് വേണ്ടി, അതായത് ആം ആദ്മി പാർട്ടിയുടെ ചൂലിന് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 2024 എത്തുമ്പോഴേക്ക് മോഡി ദി എന്നാണ് എല്ലാവരും പറയുന്നത്. പലരും മോഡിക്ക് വോട്ട് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ മോഡി എന്ന് പറയുന്നൊരു ഫാക്ടർ പഞ്ചാബിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. കഴിഞ്ഞ ജലന്ധർ ഉപതെരഞ്ഞെടുപ്പിൽ, അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി MP ആയിരുന്ന സീറ്റിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനെ തുടർന്ന് ഭഗവത് സിംഗ് മാൻ, അദ്ദേഹത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ച സീറ്റിൽ നിന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് മത്സരിച്ച BJP സ്ഥാനാർത്ഥിക്ക് 15% വോട്ട് മാത്രമാണ് കിട്ടിയത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ. ഇതാണ് BJPയുടെ ഒരു പഞ്ചാബിലെ സ്ഥിതി. പക്ഷേ അന്ന് ജയിച്ച ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി, അതായത് ആം ആദ്മി പാർട്ടിയുടെ ഏക ലോക്സഭാ സ്ഥാനാർത്ഥി സുശീൽ കുമാർ റിങ്കു, അദ്ദേഹം ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായിട്ടാണ് ജലന്ധറിൽ മത്സരിക്കുന്നത്. ഇത് വ്യക്തമാക്കുന്നത് വൻതോതിൽ BJPയിലേക്കുള്ളൊരു കുടിയേറ്റം അല്ലെങ്കിൽ ഒഴിച്ചുപോക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് BJPയിലേക്കുള്ളൊരു ഒഴുക്ക് നടക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ നടന്നത് കോൺഗ്രസിൽ നിന്നാണ്. ആം ആദ്മി പാർട്ടിയുടെ ഏക MP BJPയിലേക്ക് വരുന്നു. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്, ഏറ്റവും പ്രഗത്ഭനായ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്, അദ്ദേഹം വരുന്നു. അദ്ദേഹത്തിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹം കോൺഗ്രസ് രാജിവെച്ച് BJPയിൽ ചേർന്നിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിരുന്നില്ല, അവർ വന്നു. അതുപോലെ തന്നെ ബൽറാം ജാക്കറിൻ്റെ മകൻ സുനിൽ ജാക്കർ, അദ്ദേഹം ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹമാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. അങ്ങനെ BJPയുടെ 13 സ്ഥാനാർത്ഥികളിൽ മിക്കവരും കോൺഗ്രസിൽ നിന്ന് വന്നവരോ മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരോ അല്ലെങ്കിൽ BJP പശ്ചാത്തലമില്ലാതെ വന്നവരോ ആണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു നിരയെ മുൻനിർത്തിക്കൊണ്ടാണ്, കാരണം മോഡിക്ക് അനുകൂലമായ ഒരു ഫാക്ടർ അവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. പൊതുവെ പഞ്ചാബ് എന്ന് പറയുന്ന സമയത്ത് കർഷക സമരം, BJP വിരുദ്ധ സമീപനം ഉള്ള ആളുകളാണ് എന്നൊക്കെ പറയാറുണ്ട്. പൊതുവെ BJPയുടെ ഒരു
ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു വളക്കൂറുള്ള മണ്ണ് എന്ന് പറയുന്നത് 37% വരുന്ന പഞ്ചാബിലെ ഹിന്ദുക്കളാണ്. 58%-ഓളമാണ് സിഖുകാരുള്ളത്. ഇപ്പോൾ സിഖുകാരുടെ ഒരു പാർട്ടിയായിട്ടാണ് അകാലിദൾ അറിയപ്പെടുന്നത്. പക്ഷേ കോൺഗ്രസിനും സിഖുകാരുടെയും അകാലിദളിൻ്റെയും ഹിന്ദുക്കളുടെയും പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിന് വളരെ കാലം അവിടെ ഭരിക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഒരു മതപരമായ അടിസ്ഥാനത്തിലല്ല സിഖുകാർ അല്ലെങ്കിൽ ആ പഞ്ചാബികൾ വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ കോൺഗ്രസിന് അവിടെ ജയിക്കാൻ പറ്റില്ല. ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ജയിക്കാൻ പറ്റില്ല. പക്ഷെ ആം ആദ്മി പാർട്ടിക്ക് ഒരു സിഖ് തീവ്രവാദ ശക്തികളുടെ പിന്തുണയുണ്ട് എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് ചില അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. അത് മറ്റൊരു കാര്യം. ഇപ്പോൾ നേരത്തെ പഞ്ചാബിലെ നഗരപ്രദേശങ്ങളിൽ മാത്രമാണ് ബി ജെ പിക്ക് സ്വാധീനമുണ്ടായിരുന്നത്. ഇപ്പോൾ ബി ജെ പി അകാലിദൾ ബന്ധം ഏതാണ്ട് 96-97 മുതൽ തുടങ്ങിയതാണ്. എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 3 സീറ്റിലാണ് ബി ജെ പി മത്സരിക്കുന്നത്. ഗുർദാസ്പൂർ, ഹോഷിയാപൂർ, അതേപോലെ തന്നെ അമൃത്സർ. ഇപ്പോൾ ഈ അമൃത്സറിൽ പക്ഷേ കഴിഞ്ഞ 3 തവണയായിട്ടും ബി ജെ പി തോൽക്കുകയാണ്. ബാക്കി 2 സ്ഥലത്തും ബി ജെ പി തുടർച്ചയായിട്ട് വിജയിക്കുകയാണ് ചെയ്തത്. ഈ സ്ഥലത്തൊക്കെ ഒരു പ്രാദേശികമായ ബി ജെ പി നേതാവ് പറഞ്ഞത്, ബാദൽ സാഹിബ് ഞങ്ങളോട് ഗ്രാമത്തിലേക്കൊന്നും പോകണ്ട, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയും. അപ്പം നഗരങ്ങളിലാണ് ബി ജെ പിക്ക് സ്വാധീനം ഉണ്ടായിരുന്നത്. ഗ്രാമങ്ങളിൽ അവരങ്ങനെ കാര്യമായിട്ട് പ്രവർത്തിച്ചില്ല. ഒരുപക്ഷെ ഞങ്ങളെ ഗ്രാമങ്ങളിലേക്ക് കടത്താതിരിക്കാനുള്ള ഒരു അടവാണോ ഇതെന്ന് ഞങ്ങൾ ഇപ്പോൾ സംശയിക്കുകയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും ബി ജെ പി ഗ്രാമീണ മേഖലയിലേക്കും കടന്നു ചെല്ലുന്നുണ്ട്. പഞ്ചാബിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മോഡിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് അവർക്കുള്ളത്. കാരണം ഇന്ത്യയുടെ യശസ് ഉയർത്താൻ മോദിക്ക് പറ്റി. പഞ്ചാബ് പൊതുവെ ദേശസ്നേഹികളും സൈനിക കുടുംബങ്ങളൊക്കെ ഉള്ള സംസ്ഥാനമാണ്. അപ്പോൾ ഇന്ത്യയുടെ യശസ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പഞ്ചാബികൾ താമസിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയുടെ യശസ് ഉയർന്നു എന്നുള്ളൊരു അഭിപ്രായം പഞ്ചാബികൾക്കുണ്ട്. അതുപോലെ തന്നെ കർഷക സമരത്തെക്കുറിച്ച് അവർ പറഞ്ഞ് കർഷക സമരത്തിൻ്റെ 3 വിവാദമായ അല്ലെങ്കിൽ കർഷകർ എതിർത്തിരുന്ന ആ 3 നിയമങ്ങളും പിൻവലിച്ചിട്ടും ഇപ്പോൾ അവർ ഉപരോധം നടത്തുകയാണ്. ആ ഉപരോധം മൂലം സാമ്പത്തികമായിട്ട് നേട്ടം അല്ലെങ്കിൽ നഷ്ടമുണ്ടാകുന്നത് പഞ്ചാബികൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറകിലുള്ളൊരു രാഷ്ട്രീയ പ്രേരിതമായ നിലപാടിനെ, കർഷക സംഘങ്ങളുടെ നിലപാടിനെ പലരും എതിർക്കുന്നുണ്ട്. കാരണം അവരിപ്പോൾ പറയുന്നത് ഹരിയാനയിലേക്ക് പഞ്ചാബിലെ വ്യവസായങ്ങളൊക്കെ തന്നെ പോവുകയാണ്. അപ്പോൾ മോഡി വിചാരിച്ചാൽ അത് തടഞ്ഞു നിർത്തി പഞ്ചാബിനെ കൂടുതൽ വികസിപ്പിക്കാൻ കഴിയുമെന്ന് പഞ്ചാബികളിൽ പലരും വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പെർസെപ്ഷന് വിരുദ്ധമായിട്ടുള്ള പല ധാരണകളാണ് പഞ്ചാബികൾക്കുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ നഗരങ്ങളിൽ ബി ജെ പി വളരെ ശക്തമാണെങ്കിൽ ആ ഗ്രാമങ്ങളിലേക്ക് കൂടി അതിനെ വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതേപോലെ തന്നെ നല്ല നല്ല കാൻഡിഡേറ്റ്സിനെയാണ് ബി ജെ പി പഞ്ചാബിൽ നിർത്തിയിരിക്കുന്നത്. അമരീന്ദർ സിംഗിൻ്റെ ഭാര്യ പ്രണീത് കൗർ പട്യാലയിൽ മത്സരിക്കുന്നു. അതുപോലെ തന്നെ അമൃത്സറിൽ മത്സരിക്കുന്നത് അതുപോലെ പ്രഗത്ഭരായ മറ്റ് സ്ഥാനാർത്ഥികളാണ് ബി ജെ പി ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളും നിർത്തിയിരിക്കുന്നത്. അമൃത്സറിൽ മത്സരിക്കുന്നത് തരൺജിത് സിംഗ് സന്ധുവാണ്. അദ്ദേഹം അമേരിക്കയിലെ US-ലെ ഇന്ത്യൻ അംബാസഡറായിരുന്നു. ശ്രീലങ്കയിലെ ഹൈ കമ്മീഷണറായിരുന്നു. അതേപോലെ നയതന്ത്ര രംഗത്ത് വളരെ സ്ഥായിയായി 35 വർഷത്തെ പരിചയമുള്ള ആളാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ഗുരുനാനാക്ക് യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ലാഹോർ ജയിലിൽ വെച്ച് മരണപ്പെട്ട, അതേപോലെ തന്നെ സിഖ് നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സർദാർ തേജ് സിംഗ്. അപ്പം ഒരു സിഖ് ഗുരുക്കളിൽ നിന്ന് അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ ബിൽഡിംഗ് സുവർണക്ഷേത്രത്തിനകത്തുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരിലൊരു ബിൽഡിങ്ങാണ്. അത്രയും സിഖുകാരുടെ ബഹുമാനിക്കപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗം കൂടിയാണ് അദ്ദേഹം. തരൺജിത് സിംഗ് അദ്ദേഹമാണ് അമൃത്സറിൽ നിന്ന് മത്സരിക്കുന്നത്. പട്യാലയിൽ നിന്ന് മത്സരിക്കുന്നത് അമരീന്ദർ സിംഗിൻ്റെ ഭാര്യയാണ്. ബറ്റിൻഡയിൽ നിന്ന് മത്സരിക്കുന്നതും ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്. IAS രാജിവെച്ച് പരംപാൽ കൗർ സിദ്ധുവാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ബറ്റിൻഡയിൽ നിന്ന് മത്സരിക്കുന്നത്. ഇനി മറ്റു പാർട്ടികളുടെ സാധ്യതകളെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് നല്ല സാധ്യതകളാണ് പഞ്ചാബിൽ കൽപ്പിക്കപ്പെടുന്നത്. ഒരുപക്ഷെ പഞ്ചാബിലെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരുപാട് വികാരങ്ങളുണ്ട്. അതേപോലെ തന്നെ തീവ്രവാദ ബന്ധങ്ങൾ ആരോപിക്കപ്പെടുന്നുണ്ട്. പഞ്ചാബിൽ തൊഴിലില്ലായ്മയുണ്ട്. അങ്ങനത്തെ പ്രാദേശികമായ ഭരണവിരുദ്ധ വികാരം എപ്പോഴും ആം ആദ്മി പാർട്ടിക്കെതിരായിരിക്കും. പക്ഷേ ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായിട്ടുള്ള ഒരു നല്ലൊരു ഫൈറ്റിനകത്ത് കോൺഗ്രസ്സിൽ ഒരുപാട് നേതാക്കൾ ബി ജെ പിയിലേക്ക് കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിൽ ഏതാണ്ട് പല്ലും നഖവും പോയ രീതിയിലാണ്. പഞ്ചാബിൽ ഏറ്റവും ജനസ്വാധീനമുണ്ടായിരുന്ന പാർട്ടികളൊന്ന്, അതായത് ഹിന്ദുക്കളുടെയിലും സിഖുകാരുടെയിലും സ്വാധീനമുണ്ടായിരുന്ന പാർട്ടികളൊന്നായിരുന്നു അല്ലെങ്കിൽ പാർട്ടിയായിരുന്നു കോൺഗ്രസ്. പക്ഷേ ഇന്ന് കോൺഗ്രസിന് കാര്യമായ ക്ഷീണം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കോൺഗ്രസിനുണ്ടായ ക്ഷീണം ആം ആദ്മി പാർട്ടിക്ക് മുതലെടുക്കാൻ പറ്റുമോ, അതല്ല ബി ജെ പിക്ക് മുതലെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പഞ്ചാബിൽ ഉന്നയിക്കപ്പെടുന്നൊരു ചോദ്യം. മറുഭാഗത്ത് അകാലിദൾ പണ്ട് പ്രബലമായൊരു പാർട്ടിയായിരുന്നു അകാലിദൾ.
പക്ഷേ അകാലിദളിനെ സംബന്ധിച്ചിടത്തോളം അകാലിദളിൻ്റെ പഴയ പ്രഭാവമൊക്കെ പോയി എന്നാണ് നമുക്ക് കരുതേണ്ടത്. കാരണം കേവലം 18% വോട്ട് മാത്രമാണ് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചത്. ഏതാണ്ട് 92 സീറ്റോളമാണ് അന്ന് ആം ആദ്മി പാർട്ടി 117 അംഗ പഞ്ചാബ് നിയമസഭയിൽ നേടിയത്. അകാലിദളിന് 3 സീറ്റ് മാത്രമാണ് കിട്ടിയിരുന്നത്. BJPക്ക് 2 സീറ്റാണ് കിട്ടിയിരുന്നത്. BJPക്ക് കിട്ടിയിരുന്ന 6% വോട്ടാണ്. അപ്പോൾ ഒരു പാർട്ടി എന്ന നിലയിൽ BJPയുടെ വോട്ടിംഗ് ശതമാനത്തെ നമുക്കിപ്പോൾ വലിയൊരു കാര്യമായിട്ടൊരു അംഗീകാരം കൊടുക്കാൻ കഴിയില്ല. പക്ഷേ എന്നാൽ പോലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി തങ്ങൾക്ക് കാര്യമായ സ്വാധീനം 2027 തങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ BJPക്ക് ഏതാനും സീറ്റുകളിൽ പഞ്ചാബിൽ വിജയം നേടാൻ കഴിയും. കാരണം പഞ്ചാബിലെ നഗരമേഖലകളിൽ ഇപ്പോഴും BJP വളരെ ശക്തമാണ്. പക്ഷേ BJPയുടെ ഏറ്റവും വലിയ ന്യൂനത എന്ന് പറയുന്നത് അകാലിദൾ BJPയുടെ കൂട്ടിനില്ല എന്നുള്ളതാണ്. പക്ഷേ അകാലിദൾ കൂട്ടിനില്ലാത്തത് BJPക്ക് ഒരു തരത്തിൽ ഗുണവും കൂടിയാണ്. കാരണം അകാലിദളാണ് പഞ്ചാബിലെ ഭരണകക്ഷി. ആ ഭരണകക്ഷിക്കെതിരായ ഭരണവിരുദ്ധ വികാരം പലപ്പോഴും BJPയും കൂടി ബാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ BJP ഒറ്റയ്ക്ക് മത്സരിക്കുന്നതുകൊണ്ട് പഞ്ചാബിലെ എല്ലാ മുക്കിലും മൂലയിലും പോയി പാർട്ടി പ്രവർത്തനം നടത്താൻ BJPക്ക് പറ്റുന്നുണ്ട്. പല സ്ഥലത്തും കർഷകരൊക്കെ തന്നെ മോഡിയെ അനുകൂലിക്കുന്നു. കാരണം കർഷകർക്ക് പ്രതിവർഷം കിട്ടുന്ന 6000 രൂപയെക്കുറിച്ചൊക്കെ അവർ ബോധവാന്മാരാണ്. അവർ മോദിയെ അംഗീകരിക്കുന്നുണ്ട്. BJP പല സ്ഥലങ്ങളിലും അവർ കോൾ സെൻ്ററുകൾ സ്ഥാപിച്ച് BJP ഓഫീസുകൾ 10-30 പേർ കോൾ സെൻ്ററിലൂടെ എല്ലാ ഗുണഭോക്താക്കളെയും വോട്ടർമാരെയൊക്കെ ഫോണിലൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും ഗ്രാമീണ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. അങ്ങനെ പഞ്ചാബിലൊരു കാര്യമായൊരു മാറ്റം BJPക്ക് വരുത്താൻ കഴിയും. പക്ഷേ അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ BJP നേതൃത്വം പറയുന്ന 4-5 പേർ BJP സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുമെന്നാണ്. കാരണം പഞ്ചാബിലെ രാഷ്ട്രീയത്തിൽ തഴക്കം ചെന്ന അല്ലെങ്കിൽ അത്രയും പരിചയസമ്പന്നരായ സ്ഥാനാർത്ഥികളാണ്. ഒരുപക്ഷെ അവരെയൊക്കെ തന്നെ ടേൺ കോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം, മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന ആളുകളാണ്. പക്ഷേ പരിചയസമ്പന്നരായ രാഷ്ട്രീയത്തിൽ വളരെ സ്ഥിരപ്രതിഷ്ഠ നേടിയ നേതാക്കന്മാരാണ് പലരും. അതുകൊണ്ട് തന്നെ അവരുടെ വ്യക്തിപ്രഭാവവും BJPയുടെ വോട്ടും മോഡിയുടെ പ്രഭാവവും കൊണ്ട് പലർക്കും ജയിച്ചു കയറാമെന്നാണ് ധരിക്കുന്നത്. അതേ സമയത്ത് തന്നെ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു ഇടക്കാല ജാമ്യമൊക്കെ അവരതിനെ ഉയർത്തിക്കാട്ടാൻ പറ്റും. ഡൽഹിയിൽ അത് അവർ BJPക്ക് എതിരായിട്ടാണ് പ്രയോഗിക്കുന്നതെങ്കിൽ പഞ്ചാബിൽ അത് കോൺഗ്രസിനെതിരായിട്ടാണ് വരിക. കാരണം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. അതേപോലെ തന്നെ പഴയ ഒരു ജീർണാവസ്ഥയിൽ നിന്ന് 4-5 വർഷമായിട്ടുള്ള തിരിച്ചടിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി ശിരോമണി അകാലിദളും കാര്യമായ ശ്രമം നടത്തുന്നുണ്ട്. ഏതായാലും ജൂൺ 1-ാം തീയതി പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അത് പഞ്ചാബിലെ രാഷ്ട്രീയത്തിൽ അത് കാര്യമായ മാറ്റം സംഭവിക്കും. അത് എങ്ങനെയൊക്കെ മാറും എന്നുള്ളത് നമുക്ക് 4-ാം തീയതി മാത്രമേ പറയാൻ കഴിയൂ.